ഈ ലഹരി ഇങ്ങനെ ചുറ്റും കളിച്ച് നടക്കുകയാണ്. ക്രിസ്തുവിനെ ലഹരിയായി കാണാനായിട്ട് നമുക്ക് എങ്ങനെ യുവതലമുറയെ പഠിപ്പിക്കാം? ഇത് വീണ്ടും നമ്മൾ ആ കുടുംബം എന്ന പശ്ചാത്തലത്തിലേക്കാണ് നമ്മൾ വരണേ. കാരണം അവിടെയാണ് നമ്മൾ ശരിക്കും ഈ ലഹരി, എൻ്റെ ഒരു വളർച്ചയുടെ കാര്യം ഞാൻ പറയാം. ഞാൻ കുഞ്ഞുനാളിൽ വൈദിക പരിശീലനത്തിലേക്ക് വരുന്നതിന് മുമ്പാണ് എൻ്റെ അപ്പനും അമ്മയും കാണിച്ചത് നല്ലൊരു കർഷക കുടുംബം. അപ്പോൾ അവർ കാണിച്ചു തന്ന ഒരു മാതൃക, അത് ഈ ദേവാലയത്തിലെ മണിനാഥം കേൾക്കുമ്പോൾ അവരറിയാതെ വെക്കുന്ന ഒരു വാവായ്ക്കും പുത്രനും ഒരു പിതാവിനും പുത്രനും വെച്ചുള്ള ഒരു കുരിശടയാളം, അവർ നടന്നു പോകുന്ന വഴികളിൽ അവരെടുത്തിരുന്ന ഒരു പ്രാർത്ഥനാ മനോഭാവം, അതുപോലെ തന്നെ കുർബാന. അന്നും ഞാൻ എൻ്റെ ചെറുപ്പകാലം സുറിയാനി കുർബാനയൊക്കെ ആയിരുന്നു, പക്ഷെ ഒന്നും മനസ്സിലായിട്ടല്ല. പക്ഷെ അവിടെ പോയി നമ്മൾ നിൽക്കുക, അത് നിർബന്ധമാണ്. അവിടെ പോയി നമ്മൾ നിൽക്കണം. അതിനകത്തൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവികമായ അനുഭവം. അപ്പോൾ പേരൻസിനറിയാം അവർക്ക് ഞാനെന്ന് പറയുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ അവർക്കൊരു പരിധി വരെ പറ്റത്തില്ല. കാരണം അതിനകത്തൊരു ഗ്യാപ്പ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതേസമയം എന്നെ എടുത്തുകൊണ്ട് അല്ലെ എന്നെ നടത്തിക്കൊണ്ട് ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുചെന്നാൽ തീർച്ചയായിട്ടും മുകളിലുള്ള ഒരാളിലൂടെ എന്നിലുള്ള ഫോർമേഷൻ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സമൂഹത്തിനും സഭയ്ക്കും വേണ്ടിയിട്ട് അത് വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർക്കറിയാമായിരുന്നു. അങ്ങനെ കിട്ടിയ ദൈവിക അനുഭവം ഇതാണ് ഞാൻ ഇന്നും കൊണ്ട് നടക്കുന്ന കുർബാന എന്ന് പറയുന്ന ലഹരി. അതാണ് ഇപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ജീവിതത്തിനുള്ളത്? ഒന്നുമില്ല. എല്ലാം ഈ സ്നേഹമാകുന്ന സിന്ധുവിൽ കേന്ദ്രീകൃതമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹത്തിലേക്ക് ഒഴുകിച്ചേരുക, അടുക്കുക. മാൻ ഷുഡ് ലീവ് പോയറ്റിക്കലി ഓൺ എർത്ത്.